ആരോപണങ്ങളിൽ BJP എങ്ങനെ പ്രതികരിക്കുന്നു? ദീപക് മലയമ്മ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ BJP പ്രധാനമായും സരിനെതിരെയുള്ള ആരോപണം ഉന്നയിക്കുന്നു. തിരിച്ച് BJPയുടെ ജില്ലാ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടും CPM അടക്കം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിന് കൃത്യമായ മറുപടി നൽകുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ ഇതൊക്കെ പരിശോധിക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാണല്ലോ പരിശോധിക്കേണ്ടത് എന്ന മറുപടിയാണ് കഴിഞ്ഞ ദിവസം K. സുരേന്ദ്രൻ നൽകിയത്. ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങളിൽ എന്താണ് BJP എടുക്കുന്ന നിലപാട്? സ്മൃതി, ഇന്ന് രാവിലെ തന്നെ സ്ഥാനാർത്ഥി മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ ഘട്ടത്തിൽ ഇതിനെല്ലാം തന്നെ മറുപടി പറഞ്ഞാണ് അദ്ദേഹം മാറിയിരിക്കുന്നത്. കൃത്യമായി പറയുമ്പോൾ KM ഹരിദാസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരത്തെ പട്ടാമ്പിയിൽ വോട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് CPM നേരത്തെ തന്നെ ആരോപിച്ചിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അത് പാലക്കാടേക്ക് മാറ്റി എന്നുള്ള ആരോപണമാണ്. അതിൽ കഴിഞ്ഞ 6 മാസക്കാലത്തിലധികമായി BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് KM ഹരിദാസ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള അഡ്രസ് പ്രകാരമാണ് അത്തരത്തിൽ അപേക്ഷ നൽകുകയും വോട്ട് ചേർക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. മറ്റിടത്തുള്ള വോട്ടുകൾ തള്ളുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട്. പക്ഷേ അത് തള്ളാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമാണ് BJP ഉന്നയിക്കുകയും ചെയ്യുന്നത്. ആ കാര്യത്തെ ഇന്നലെ CPM വലിയ രീതിയിൽ ഉന്നയിച്ച് രംഗത്തേക്ക് എത്തുമ്പോൾ പൂർണ്ണമായും പ്രതിരോധിക്കുന്നത് ഈ നിലയ്ക്കുമാണ്. അതേസമയം തന്നെ P. സരിനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ കൂടി NDAയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് ശ്രദ്ധേയമാണ്. കാരണം NDA പറയുന്നത് P. സരിൻ നേരത്തെ ഉണ്ടായിരുന്ന വോട്ട് മാറ്റി ഇത്തവണ പാലക്കാടേക്ക് വരുമ്പോൾ അത് സരിന്റെ ഭാര്യയുടെ പേരിലുള്ള വീടാണ് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ആ വീട് വാടകയ്ക്ക് നൽകിയിട്ടുള്ളതാണ്. ആ വീട്ടിൽ നിലവിൽ താമസിക്കുന്നത് ആ വീട് വാടകയ്ക്ക് എടുത്തിട്ടുള്ള ആളുകളാണ്. പക്ഷേ ആ മേൽവിലാസം വെച്ചുകൊണ്ടാണ് ഇത്തവണ സരിൻ വോട്ട് നേടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനെ വലിയ രീതിയിൽ കുറ്റം എന്നുള്ള നിലയ്ക്ക് NDA കാണുന്നില്ല. പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ അതാവട്ടെ എന്നുള്ളതാണ് സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ തന്നെ പറയുന്നത്. പക്ഷേ അതിനപ്പുറത്ത് രണ്ട് മുന്നണികളും ചേർന്ന ഈ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് ഉണ്ടാക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം NDA മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട വാർത്തയിലടക്കം കൊടുമ്പ് പഞ്ചായത്തിൽ നിന്ന് കണ്ണാടി പഞ്ചായത്തിലേക്ക് വോട്ട് മാറ്റുന്ന കാര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ പ്രാദേശികമായിട്ടുള്ള ഒരു നേതാവാണ് ഇത്തരത്തിൽ വോട്ട് ചേർക്കാൻ മുൻകൈ എടുത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി NDA മുന്നോട്ട് വെക്കുന്നത്. അതിൽ തന്നെ ആളുകളെ വേണമെങ്കിൽ വേർതിരിച്ചുകൊണ്ട് അവർ ഏത് പാർട്ടിയുമായി അനുഭാവം പുലർത്തുന്നവരാണ് എന്നുള്ളത് പുറത്തുവിടാൻ തയ്യാറാണ് എന്നുള്ളൊരു വെല്ലുവിളി കൂടി NDA സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യുന്നുണ്ട്. നേരത്തെ അലമീൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ BJP വോട്ടുകൾ ചേർത്തു എന്നുള്ള ആരോപണം ഇരു മുന്നണികളും NDAക്കെതിരെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ കാര്യത്തിൽ P. രഘുനാഥ് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള P. രഘുനാഥിന് കോഴിക്കോടും ഒപ്പം തന്നെ ഇങ്ങ് പാലക്കാട്ടും വോട്ടുണ്ട് എന്നുള്ള ആരോപണം ശക്തമായിരിക്കുന്ന ഘട്ടത്തിൽ ആ കാര്യത്തിൽ തെളിവ് കൊണ്ടുവരാൻ തയ്യാറാവുകയാണെങ്കിൽ VK ശ്രീകണ്ഠൻ അത്തരത്തിൽ ഒരു ആരോപണം ഇന്നലെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തെളിവ് കൊണ്ടുവരാൻ തയ്യാറാവുകയാണെങ്കിൽ ഇന്ന് മുതൽ പ്രചാരണം അവസാനിപ്പിക്കാം എന്നുള്ള തരത്തിൽ പോലും പ്രതികരണം NDA സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്ന് വരികയാണ്. അക്ഷരാർത്ഥത്തിൽ നേരത്തെ അലമീൻ സൂചിപ്പിച്ചതുപോലെ മൂന്ന് മുന്നണികളും ഈ വോട്ട് ആരോപണങ്ങളിൽ കൃത്യമായി തന്നെ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നു. പരസ്പരം പഴിചാരി മുന്നോട്ട് പോകുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് പാലക്കാട് നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ ഇന്നലെ ബൂത്ത് 33-ലെ 16 വോട്ടർമാരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP പരാതി നൽകിയ വാർത്ത നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു. ആ വാർത്തയിൽ തുടർന്ന് ഇനി അങ്ങോട്ട് നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് NDA സ്ഥാനാർത്ഥി പറയുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ജില്ലാ കളക്ടർ, ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വരണാധികാരിയായിട്ടുള്ള ജില്ലാ കളക്ടർ CPIMന്റെ ഉള്ളം കൈയിലാണ് എന്നുള്ള ആക്ഷേപമാണ് NDA മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ BLOമാരെ വിളിച്ചു വരുത്തി വിശദീകരണം തേടാനുള്ള കാര്യം ഉൾപ്പെടെ ഡെപ്യൂട്ടി കളക്ടർ നടത്തുമ്പോൾ അതിന് മുകളിലേക്ക് മറ്റു നടപടികളിലേക്ക് പോകില്ല എന്നുള്ള ആക്ഷേപവും കൂടി NDA മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാര്യത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ള നിലപാട് തന്നെയാണ് NDA ക്യാമ്പ് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. ശരി, ഇതിലിപ്പോൾ കൃത്യമായ കണക്ക് മുന്നോട്ട് വച്ചിരിക്കുന്നത് CPIM ആണ്. CPM മുന്നോട്ട് വെക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് എന്നറിയേണ്ടതുണ്ട്. സാനിയോയിലേക്ക് പോകാം. സാനിയോ മനോമി, ഇപ്പോൾ 2700 എന്നൊരു കണക്കാണ് CPM മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കലക്ടർക്ക് പരാതി നൽകിയതും ആദ്യം CPIM ആണ്. അതേസമയം CPM സ്ഥാനാർത്ഥിക്കെതിരെ തന്നെ അപ്പുറത്ത് LDF സ്ഥാനാർത്ഥിക്കെതിരെ തന്നെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസും BJPയും. അതിനെങ്ങനെയാണ് CPM പ്രതിരോധിക്കുന്നത്? ഇപ്പോൾ കലക്ടർ നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികൾ തൃപ്തി രേഖപ്പെടുത്തുന്നുണ്ടോ CPIM? സ്മൃതി, അതായത് UDFും NDAയും LDF സ്ഥാനാർത്ഥിക്കെതിരെയാണ് പ്രധാനമായും ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മറുപടിയായി LDF സ്ഥാനാർത്ഥി P. സരിൻ അദ്ദേഹത്തിന്റെ വീട്ടിന് മുൻപിൽ തന്നെ, അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ വീട്ടിന് മുൻപിൽ തന്നെ, കൃഷ്ണ എന്ന വീടാണ്,
അവിടെ വെച്ചുകൊണ്ട് ഇന്ന് 4 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അവിടെ വെച്ച് മുഴുവൻ കാര്യങ്ങളും സംസാരിക്കാം. 7 വർഷമായി താൻ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് സരിൻ രാവിലെ സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അത് ഭാര്യയുടെ പേരിലുള്ള പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ കരമടച്ച രസീതും കാര്യങ്ങളും ഒക്കെ കയ്യിലുണ്ട്. അത് ഇന്നലെ തന്നെ നമുക്ക് തരികയും ചെയ്തിരുന്നു. ഏതായാലും ഈ കാര്യങ്ങളെ അങ്ങനെയാണ് CPM പ്രതിരോധിക്കുന്നത്. സ്ഥാനാർത്ഥിയെ കൊണ്ട് തന്നെ മറുപടി പറയിക്കുക എന്നുള്ളതാണ് CPM ഉദ്ദേശിക്കുന്നത്. ഏതായാലും 2700ഓളം വോട്ടുകൾ ഇങ്ങനെ വ്യാപകമായി കോൺഗ്രസും അതുപോലെ BJPയും ചേർത്തിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണമാണ് CPMന്റെ അതായത് LDFന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ തന്നെ രാഷ്ട്രീയപരമായും അതുപോലെ നിയമപരമായി ഏതറ്റം വരെയും പോകുമെന്നാണ് CPM ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അറിയിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ആദ്യം പരാതി കൊടുത്തത്. പരാതിയിൽ കൃത്യമായി ഓരോ വോട്ടിന്റെയും തെളിവുകൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മുടെ അടക്കം വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആർക്കൊക്കെയാണ് ഇത്തരത്തിൽ 2 വോട്ടുകൾ കൊടുമ്പ് പഞ്ചായത്തിലും കണ്ണാടി പഞ്ചായത്തിലും വോട്ടുകൾ ഉള്ളതെന്നതടക്കം താരതമ്യം ചെയ്തുകൊണ്ടുള്ള കൃത്യമായ പട്ടികയും ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഏതായാലും ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. തഹസിൽദാർമാരോടാണ് അന്വേഷണ റിപ്പോർട്ട് കൈമാറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രവുമല്ല ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഇത്തരത്തിൽ ചേർക്കപ്പെട്ടു എന്ന് കരുതുന്ന 176-ാം ബൂത്തിലെ BLOയോട് ഇന്ന് നേരിട്ട് ഹാജരാവാനും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുള്ള നടപടികളിലൊക്കെ CPM തൃപ്തരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവസാന നിമിഷമായി. ഇനിയിപ്പോൾ ഈ വോട്ടൊന്നും ചെയ്യാൻ കഴിയില്ലാത്ത സാഹചര്യമാണ്. ഇനി തള്ളാനോ മറ്റും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായ ഒരു പോരാട്ടമാണ് CPM ഉദ്ദേശിക്കുന്നത്. ഇന്ന് വിപുലമായ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം കൊടുക്കാനുള്ളൊരു ആലോചനയുമുണ്ട്. ഏതായാലും ഇടത് സ്ഥാനാർത്ഥി P സരിൻ ഇന്ന് തന്റെ വോട്ടർ പട്ടികയിലെ പേരുമായി ബന്ധപ്പെട്ട വിവാദത്തിന് മറുപടി 4 മണിക്ക് തന്റെ കൃഷ്ണ എന്ന് പറയുന്ന വീട്ടിന് മുന്നിൽ വെച്ച് നടത്തും. ശരി, ഞങ്ങളുടെ പാലക്കാട്ടെ പ്രതിനിധികൾ അന്വേഷണം തുടരുകയാണ്. സാനിയോ മനോമി, ദീപക് മലയമ്മ, അല്ലമീൻ, ആർ റോഷിവാൽ എന്നിവർ. അതോടൊപ്പം തന്നെ ഈ വിവരങ്ങളിൽ കലക്ടർ ഇപ്പോൾ PLOയെ വിളിപ്പിച്ചിരിക്കുന്നു. വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു. റിപ്പോർട്ടർ വാർത്തയിൽ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. CPIM 2700 എന്ന കണക്കാണ് ഇന്നലെ മുന്നോട്ട് വെച്ചത്. കൂടുതൽ അന്വേഷണം CPM നടത്തുന്നുണ്ടാകാം. കോൺഗ്രസ് ഏതായാലും കണക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നില്ല. കോൺഗ്രസും BJPയും CPIMന്റെ ഇടത് സ്ഥാനാർത്ഥിക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. അതിന് മറുപടിയായി സന്നിധ വൈകിട്ട് 4 മണിക്ക് ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന വീടിന് മുന്നിൽ നിന്ന് തന്നെ മാധ്യമങ്ങളെ കാണാനിരിക്കുന്നു.